ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓർത്തഡോക്സ് മെസ്സഞ്ചറിലൂടെ ഒരിക്കൽ കൂടെ മലങ്കര സഭാമക്കളെ, പ്രത്യേകിച്ച് അതിൻ്റെ യുവജന വിഭാഗങ്ങളെ, അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ ആരൊക്കെ ഈ പ്രോഗ്രാം കാണുന്നുവോ അവരെ എല്ലാം അഭിസംബോധന ചെയ്യുവാൻ ഒരവസരം ലഭിക്കുന്നു, ദൈവം ഇടയാക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഓർത്തഡോക്സ് മെസ്സഞ്ചറിൻ്റെ ഇவ்விധമുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ക്രിസ്തുമസിനെ മുന്നോടിയായിട്ട് സഭ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തെ സൂബോറോ കാലം, അറിയിപ്പ് കാലം എന്ന് വിളിക്കാറുണ്ട്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ ക്രിസ്തുമസിന് മുൻപ് 8 ഞായറാഴ്ചകൾ നമുക്ക് ആവശ്യമുണ്ട്. ആരാധനാ വർഷം തുടങ്ങുന്നത് കുദശിത്വ ഞായറാഴ്ചയിലാണ്. അത് ഒക്ടോബർ മാസം 29 ശേഷം വരുന്ന ആദ്യത്തെ സൺഡേ ആയിരിക്കും. ഒക്ടോബർ 30, 31 ഈ ദിവസങ്ങളിൽ ഞായറാഴ്ച വരുന്നുവെങ്കിൽ അന്ന്, അല്ല എങ്കിൽ നവംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച. എന്തുകൊണ്ടാണ് ഈ ക്രമീകരണം? ക്രമീകരണം ഇതാണ്: ക്രിസ്തുമസിന് മുൻപ് 8 ഞായറാഴ്ചകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുമസ് ഒരു ഞായറാഴ്ചയാണ് എങ്കിൽ ക്രിസ്തുമസിന് മുൻപുള്ള ഞായറാഴ്ച ഉൾപ്പെടുന്ന 8 ഞായറാഴ്ചകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. 8 ഞായറാഴ്ചകൾ നിർബന്ധമായി ലഭിക്കുക. 8 ആഴ്ചകൾ ചിലപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ 7 ആഴ്ചയും ഏതാനും ദിവസങ്ങളും വരും. എന്തിനാണ് ഇത്? ക്രിസ്തുമസിനെ, ക്രിസ്തു ജനനത്തിന് വേണ്ടി സഭയെ, അതിൻ്റെ ജനതയെ, കുടുംബങ്ങളെ ഒരുക്കുവാനായിട്ടാണ്. അവിടെ ആദ്യം ആരംഭിക്കുന്നത് സഭയുടെ ശുദ്ധീകരണമാണ്. സഭയുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളുടെ ശുദ്ധീകരണമാണ്, വ്യക്തികളുടെ ശുദ്ധീകരണമാണ്, നമ്മുടെ ആകെ തുകയിൽ നമുക്കുണ്ടാകുന്ന ഒരു ശുദ്ധീകരണം. ഈ ശുദ്ധീകരണത്തിന് ശേഷം ഒരു പ്രതിഷ്ഠ, നമ്മെ വീണ്ടും പ്രതിഷ്ഠിക്കുവാനായിട്ടിടയാകണം. ഈ പ്രതിഷ്ഠയിലാണ് ദൈവവചനം ശ്രവിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അവിടെയാണ് പലപ്പോഴും നാം അടിപതറുന്നത്. എനിക്ക് ഒരുപക്ഷെ സാധിക്കുകയില്ല എന്ന് തോന്നുന്ന ഒരു ദൗത്യത്തിനെ ദൈവം എന്നെ നിയോഗിക്കുമ്പോൾ അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവരാണ് നമ്മിൽ അധികം പേര്. എന്നാൽ മറിയ, ആ വാക്കിൻ്റെ അർത്ഥം പോലെ, മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നാം പഠിക്കേണ്ടതാണ്. മൊറിയോ is Lord. Marie is my Lord. Maria, Yahweh is my Lord. യഥാർത്ഥത്തിൽ മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എൻ്റെ നാഥനാണ്, യഹോവ എൻ്റെ ഇടയനാണ്. അരമായ വേദപുസ്തകത്തിൽ 23-ാം സങ്കീർത്തനം തുടങ്ങുന്നത് മരിയ എന്ന വാക്കിലാണ്. നാം യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ഉപയോഗിക്കുന്ന ആ വാക്ക് മറിയ, യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പോൾ ഇവിടെ കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് എങ്കിൽ കർത്താവ് എൻ്റെ യജമാനനാണ്. കർത്താവ് എൻ്റെ യജമാനനാണ് എന്നതിനുള്ള ഒറ്റ വാക്കാണ് മറിയ. യാഹ്വേ ഈസ് മൈ ലോർഡ്. യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടി, ഭർത്താവില്ലാത്തൊരു പെൺകുട്ടി, ഭർത്താവില്ലാത്ത എന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ പുരുഷനെ അറിയാതെ ഗർഭം ധരിച്ചവൾ, സമൂഹത്തിലെല്ലാ അപമാനവും ഏൽക്കുവാൻ സാധ്യതയുള്ളവൾ. എന്നാൽ അവൾ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊന്ന് ഓർക്കുകയാണ്, അത്തരത്തിലുള്ള ഒരു തീവ്ര ദുഃഖത്തോടെ വരുന്ന പെൺകുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സ്വീകരണമാണ് എലിസബത്ത് ഒരുക്കിയത്. ആ പെൺകുട്ടി വന്ന് എലിസബത്തിനോട് പറഞ്ഞു, അമ്മേ വന്ദനം. മാതൃസ്ഥാനമാണ് എലിസബയ്ക്ക്. എലിസബത്ത് മറുപടി പറയുകയാണ്, നിന്റെ വന്ദനസ്വരം എൻ്റെ ഉള്ളിൽ പതിച്ചപ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നു.
സ്ത്രീകളിൽ നീ ഭാഗ്യവതി, നിന്റെ ഉദരബലം അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കലേക്ക് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? എനിക്ക് തോന്നുന്നത് കന്യക മറിയാമിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു അംഗീകാരം എലിസബത്തിൻ്റെ ഈ വാക്കുകൾ തന്നെയായിരിക്കാം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുന്നതിനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? എന്നെ കേൾക്കുന്നവരിൽ പ്രത്യേകിച്ച് അല്പം പ്രായമുള്ളവർ, അടുത്ത തലമുറയെ സംരക്ഷിക്കേണ്ടവർ ഉണ്ട് എങ്കിൽ അവർ ഓർക്കേണ്ടുന്നത് കാതടച്ചുള്ള വിമർശനങ്ങളല്ല, ഒരുപക്ഷെ വ്യക്തിഹത്യ നടത്താവുന്ന സംസാരങ്ങളല്ല, മറിച്ച് ആശ്വാസത്തിൻ്റെ വാക്കുകളിലൂടെ മാത്രമാണ് നന്മയെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയുക. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വച്ച് ബാല്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയുമോ? കഴിയുമെന്ന് ശക്തമായിട്ട് യോഹന്നാൻ്റെ പരിശുദ്ധാത്മാവിലുള്ള നിറവ് നമ്മെ പഠിപ്പിക്കുന്നു. കന്യക ഗർഭം ധരിച്ചത് ദൈവത്തെയാണോ? മറിയാമിനെ ദൈവമാതാവെന്ന് വിളിക്കണമോ? വിളിക്കണം. കാരണം എലിസബ അത് മനസ്സിലാക്കി. എലിസബത്താണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ആദ്യം മറിയമ്മിനെ വിളിച്ചത്. ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് അപ്പോസ്തോലിക വിശ്വാസം, പ്രത്യേകിച്ച് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഉദ്ധിതനായ ക്രിസ്തുവിനെ നോക്കി വിളിച്ചുവെങ്കിൽ, ആ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ ക്രിസ്തുവിനെ ജഡം ധരിപ്പിച്ച് ഈ ഭൂലോകത്തിലേക്ക് പ്രസവിച്ച് വളർത്തിയത് അമ്മയാണ്. എങ്കിൽ ആ അമ്മ ദൈവമാതാവ് മറിയം യൊൽദാസ് ആലോഹോ തെയോട്ടോക്കോസ് എന്ന് തന്നെ അറിയപ്പെടണം. അത് മാതാവിനെ പുകഴ്ത്തുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ദൈവമാണ് മാതാവിൽ നിന്ന് ജനിക്കുന്നത് എന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ കൂടിയാണ് ലൂക്കോസിലൂടെ പരിശുദ്ധാത്മാവ് ആ ഭാഗങ്ങൾ എഴുതിയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ക്രിസ്തു നമ്മിൽ വചനത്താൽ വിതയ്ക്കപ്പെടുകയും ജനനമെടുക്കുകയും വളർത്തപ്പെടുകയും ചെയ്യുവാൻ ഇടയാകണം. അങ്ങനെ ഇടയാകുമ്പോൾ ആ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിനെ നമ്മുടെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, ക്രിസ്തു നടന്നതായ പാതകളിലൂടെ നടക്കുവാൻ, യോർദാനിലെത്തുവാൻ, യെരുസലേമിലേക്ക് പ്രയാണം ചെയ്യുവാൻ, ക്രിസ്തുവിനോടൊപ്പം കഷ്ടമനുഭവിക്കുവാൻ, ക്രിസ്തുവിനോടൊപ്പം മരിക്കുവാൻ, അടക്കപ്പെടുവാൻ ഒക്കെ നമുക്ക് ഇടയാകണം. അപ്പോഴാണ് ക്രിസ്തുവിൽ ഒരു പുതുജനനം, പുതു സൃഷ്ടിയായി ഉയർക്കപ്പെടുന്നത്. അങ്ങനെ പുതു സൃഷ്ടിയായി ക്രിസ്തുവിൽ നിലനിന്നുകൊണ്ട് വളരുവാൻ, മറ്റുള്ളവരെ വളർത്തുവാൻ പുതുവത്സരത്തിൽ നമുക്ക് സാധിക്കണം. അതിശക്തമായ ഒരു തത്വദർശനമാണ് ഈ ക്രിസ്തു ശാസ്ത്രത്തിൽ, ഈ ക്രിസ്തു വേദശാസ്ത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് അതിൻ്റെ പൗരസ്ത്യ ഭാവങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതിശ്രേഷ്ഠമാണ്. ആ വിധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ ക്രിസ്തുമസ് നമുക്കിടയാക്കട്ടെ. അവിടെ നിന്ന് ഒരു പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർത്തഡോക്സ് മെസ്സഞ്ചറിലൂടെ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു ജനനത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം ആശംസിക്കുന്നു. മുടിയൊരുക്കം വേണം, ആരാധന വേണം, ജീവിത വിശുദ്ധി ഉണ്ടാകണം. അങ്ങനെ ഒരു ക്രിസ്തുമസും അതേ തുടർന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട 2014 എന്ന ഈ സെക്കുലർ കലണ്ടറിലെ വർഷവും ആശംസിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.